ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മദർ ആൻഡ് ചൈൽഡ് വേൾഡ് ജേണി എന്ന് പറഞ്ഞ നമ്മുടെ സ്വന്തം ഫാമിലിയുടെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും വീണ്ടും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ജെനി. ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ മെയിൻ ടോപ്പിക് ഡോണറക് IVF-നെ പറ്റിയാണ്. ART ആക്ട് 2022-ൽ ഡോണറക് IVF-നെ പറ്റി എന്താണ് പറയുന്നത്? 13 മെയിൻ പോയിന്റ്സ് ആണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഡോണറക് IVF ചെയ്യാൻ പോകുന്നവരും എഗ് ഡൊണേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും എല്ലാം ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കണം. കാരണം നിങ്ങളുടെ എല്ലാ ഡൗട്ട്സും ഡോണറക് IVF-നെ റിലേറ്റ് ചെയ്തും അതുപോലെ തന്നെ എഗ് ഡൊണേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുടെയും മനസ്സിലുണ്ടാവുന്ന എല്ലാ ഡൗട്ട്സും ഈ വീഡിയോ കാണുന്നതിലൂടെ നിങ്ങൾക്ക് ക്ലിയർ ആകും. അപ്പോൾ വീഡിയോ കണ്ടു നോക്കുക. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങളിൽ ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലിലേക്ക് വീണ്ടും ഹൃദയം നിറഞ്ഞ സ്വാഗതം. എൻ്റെ പേര് ജെനി. നിങ്ങൾ നമ്മുടെ ചാനലിൽ ഷെയർ ചെയ്തിരിക്കുന്ന വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ട്, യൂസ്ഫുൾ ആകുന്നുണ്ട് എങ്കിൽ നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്ത് വയ്ക്കുക. എന്നാൽ മാത്രമാണ് നമ്മൾ ഡെയിലി ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് വേഗം തന്നെ കിട്ടുകയുള്ളൂ. അത് മാത്രമല്ല, നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസൊക്കെ യൂസ്ഫുൾ ആകുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മറ്റുള്ള ഫ്രണ്ട്സിലേക്കും കൂടി ഈ വീഡിയോസൊക്കെ ഒന്ന് മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഡൗട്ട്സും മറ്റും കമൻറ്റ് ചെയ്യുക. പേഴ്സണലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിലോ എന്തെങ്കിലും മെസ്സേജ് അയക്കാനുണ്ടെങ്കിലോ തീർച്ചയായിട്ടും നമ്മുടെ വാട്സപ്പ് നമ്പറിലൂടെ നിങ്ങൾക്കത് മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ്. വാട്സപ്പ് നമ്പർ എങ്ങനെയാണ് ലഭിക്കുന്നതെന്നുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഇവിടെ തന്നെ മെൻഷൻ ചെയ്തേക്കാം. അപ്പോൾ അതൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് വാട്സപ്പ് നമ്പർ എടുത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ട്സും മറ്റും ക്ലിയർ ചെയ്യാവുന്നതാണ്. ഇനി ഒട്ടും തന്നെ ഡിലേ ഇല്ലാതെ വേഗം നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ പോയിന്റ് ആണ്, ഡോണർ എപ്പോഴും ART ബാങ്ക് ത്രൂ ആയിരിക്കണം. ART ബാങ്ക് എന്താണെന്ന് വെച്ചാൽ ART ആർട്ടിഫിഷ്യൽ റീപ്രൊഡക്റ്റീവ് ടെക്നോളജി. ബാങ്ക് എന്ന് പറഞ്ഞാൽ തേർഡ് പാർട്ടി റീപ്രൊഡക്ഷനിലൂടെ ആയിരിക്കണം. അതാണ് ART ബാങ്ക്. നോർമലി നിങ്ങൾ ട്രീറ്റ്മെന്റിനായിട്ട് പോകുന്നത് ART ക്ലിനിക്കിലാണ്, അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജി ക്ലിനിക്. ബാങ്ക് ഒരു വേറെ വിഭാഗമാണ്. അത് ഗവൺമെന്റ് രജിസ്റ്റേർഡ് ആണ്. അതുകൊണ്ട് തന്നെ ഡോണറിനായിട്ട് നമുക്കോ ഹോസ്പിറ്റലിനോ പോകേണ്ട ആവശ്യം വരുന്നില്ല. ബാങ്കിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവർ തന്നെ ഡോണറിനെ കൺവിൻസ് ചെയ്ത് ഡോണറിനെ കൗൺസിൽ ചെയ്ത് നമ്മുടെ അടുത്ത് എഗ് ഡൊണേഷനായിട്ട് എത്തിക്കും. നെക്സ്റ്റ് പോയിന്റ് ആണ് ആർക്കൊക്കെ എഗ് ഡൊണേറ്റ് ചെയ്യാമെന്നുള്ളത്. എഗ് ഡൊണേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഡോണറിന്റെ ഏജ് 23 തൊട്ട് 35 വയസ്സിന്റെ ഇടയ്ക്കായിരിക്കണം. 23 വയസ്സിൽ കുറവുള്ളവർക്കും 35 വയസ്സിൽ കൂടുതലുള്ള സ്ത്രീകൾക്കും എഗ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ നോർമലി 30 വയസ്സിൽ കുറവുള്ള ഡോണറിനെ കിട്ടുവാണെങ്കിൽ സക്സസ് റേറ്റ് അവിടെ കൂടുതലാണ്. കാരണം ഏജ് കൂടുന്തോറും എഗ് ക്വാളിറ്റി കുറയാനുള്ള ചാൻസ് ഉണ്ട്. മൂന്നാമത്തെ പോയിന്റ് ആണ്, ലോ ബേസിസിൽ ഡോണറിന് സ്വന്തമായിട്ട് കുഞ്ഞ് ഉണ്ടാവണം എന്നുള്ളത് അത്ര നിർബന്ധമല്ല. പക്ഷേ എന്നാലും ഡോണറിന് സ്വന്തമായിട്ട് ഒരു കുഞ്ഞെങ്കിലും ഉണ്ടെങ്കിൽ ആ ഡോണറിനെ ചൂസ് ചെയ്യുന്നതാണ് പ്രിഫറബിൾ. കാരണം ഒരു കുഞ്ഞുണ്ടെങ്കിൽ തന്നെ നമുക്ക് കറക്റ്റായിട്ട് എഗിന്റെ ക്വാളിറ്റി നല്ലതാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഒപ്പം തന്നെ കുഞ്ഞിന് ജനറ്റിക് രോഗങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്നും വ്യക്തമാകും. നാലാമത്തെ പോയിന്റ് ആണ്, ലോ ബേസിസിൽ ഡോണർ മാരീഡ് ആകണം എന്നുള്ള ഒരു നിർബന്ധവുമില്ല. പക്ഷേ നോർമലി മാരീഡ് ലേഡീസിനെയാണ് എഗ് ഡൊണേറ്റ് ചെയ്യാൻ അഡ്വൈസ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് അവർക്ക് ഒരു കുഞ്ഞുണ്ടെങ്കിൽ അതാണ് പ്രിഫറബിൾ. ഇനിയും അടുത്ത പോയിന്റ്, അതായത് അഞ്ചാമത്തെ പോയിന്റ്, ഒരുപാട് പേരുടെ ഒരു ഡൗട്ടാണ് എഗ് ഡോണറിനെ നമുക്ക് സ്വന്തമായിട്ട് തന്നെ സെലക്ട് ചെയ്യാമോ എന്നുള്ളത്. നമ്മുടെ രക്തബന്ധത്തിലോ ഫ്രണ്ട്സിലോ പരിചയത്തിലുള്ളവരിലോ ആർക്കെങ്കിലും നമുക്ക് വേണ്ടിയിട്ട് എഗ് ഡൊണേറ്റ് ചെയ്യാൻ സാധിക്കുമോ എന്ന്. അപ്പോൾ തീർച്ചയായിട്ടും സാധിക്കും. ലോയിൽ സർപ്രൈസിംഗ്ലി ഒരിടവും അനോണിമസ്, അതായത് പരിചയം ഇല്ലാത്തവർ ആയിരിക്കണം. അങ്ങനെ ഒരു വേർഡ് ഇല്ല. ART 2022 ആക്ട് അനുസരിച്ച് അനോണിമസ് എന്ന വേർഡ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഡോണർ, അത് എഗ് ഡോണർ ആയാലും സ്പേം ഡോണർ ആയാലും നോണും ആകാം. പക്ഷേ റൂട്ട് ആദ്യത്തെ പോയിന്റിൽ പറഞ്ഞ പോലെ ART ബാങ്ക് ത്രൂ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അതായത് നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ പരിചയത്തിലുള്ളവരോ ആരായാലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് എഗ് ഡൊണേറ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമുക്കത് സ്വീകരിക്കാൻ പറ്റും. പക്ഷേ ART ബാങ്ക് ത്രൂ ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ആറാമത്തെ പോയിന്റ് ആണ്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് എഗ് ഡൊണേറ്റ് ചെയ്യുന്നത് ആരായാലും അവരുടെ 1 വർഷത്തെ ഹെൽത്ത് ഇൻഷുറൻസ് മാൻഡേറ്ററി ആണ്. അത് നിങ്ങളാണ്, അതായത് കപ്പിൾ ആണ് ചെയ്യേണ്ടത്. ആക്ച്വലി ഇത് നല്ലൊരു കാര്യം തന്നെയാണ്. കാരണം ആ 1 വർഷത്തിൽ എഗ് ഡോണറിന് എന്ത് ഹെൽത്ത് റിലേറ്റഡ് പ്രോബ്ലംസ് വന്നാലും അറ്റ്ലീസ്റ്റ് അത് ആ ഇൻഷുറൻസിൽ അങ്ങ് കവർ ആകുമല്ലോ. അത് അവരുടെ ഹെൽത്തിന് ഒരുപാട് നല്ലതാണ്. ഏഴാമത്തെ പോയിന്റ് ആണ്, കോൺഫിഡൻഷ്യൽ എന്നൊരു വേർഡ് ART ലോയിൽ എഴുതിയിട്ടുണ്ട്.
കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ART ബാങ്ക് ത്രൂ ആണ് ഡോണർ എഗ്ഗും ഡോണർ സ്പേമും ഒക്കെ സെലക്ട് ചെയ്യുന്നതെങ്കിൽ അൺനോൺ ഡോണർ ആണെങ്കിൽ അവർക്ക് ഒരിക്കലും അറിയാൻ പറ്റില്ല ഏത് കപ്പിളിന് വേണ്ടിയിട്ടാണ് അവരുടെ എഗ്ഗ് ഡൊണേറ്റ് ചെയ്തതെന്ന്. അതുപോലെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ല ആരുടെ എഗ്ഗാണ് നിങ്ങൾക്ക് യൂസ് ചെയ്തതെന്ന്. ഈ ഒരു കോൺഫിഡൻഷ്യാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളത് ലോ പ്രകാരം അനിവാര്യമാണ്. നിങ്ങൾക്ക് ഡോണറിൻ്റെ ഐഡൻറ്റിറ്റിയും ഡോണറിന് നിങ്ങളുടെ ഐഡൻറ്റിറ്റിയും ഒരിക്കലും ഡിസ്ക്ലോസ് ചെയ്യില്ല. അടുത്ത പോയിന്റാണ് ഡോണർ എഗ്ഗിലൂടെ ജനിക്കുന്ന കുഞ്ഞിന് നോർമലായിട്ട് ജനിക്കുന്ന കുഞ്ഞിനെ പോലെ തന്നെ എല്ലാ അധികാരവും അവകാശങ്ങളും ഉണ്ട് എന്നുള്ളത്. അത് ലോ പ്രകാരം 100% നിങ്ങൾക്ക് പാലിക്കേണ്ട കാര്യം തന്നെയാണ്. നെക്സ്റ്റ് 9th പോയിന്റാണ് ഡോണറിനോ ഡോണറിന്റെ ഹസ്ബൻഡിനോ ലോ പ്രകാരം ആ കുഞ്ഞിന്റെ മേളിൽ ഒരു അധികാരവും അവകാശവും ഇല്ല. അത് കൺസെന്റ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. അതിൽ ഡോണർ സൈൻ ചെയ്യേണ്ടതുമാണ്. നെക്സ്റ്റ് 10th പോയിന്റാണ് ഡോണറിന് എന്തൊക്കെ ടെസ്റ്റ് ആണ് ചെയ്യേണ്ടതെന്ന്. ഇതുവരെ ലോയിൽ ഡിഫൈൻഡ് ആണ്. വൈറൽ ഡിസീസസ് അതായത് HIV, ഹെപ്പറ്റൈറ്റിസ്, VDRL, ഹെപ്പറ്റൈറ്റിസ് C വൈറസ്, AMH, തലസീമിയ ജീൻ, ബ്ലഡ് ഗ്രൂപ്പ്, ലിവർ ടെസ്റ്റ്, കിഡ്നി ഫംഗ്ഷൻ ടെസ്റ്റ്, അങ്ങനെയുള്ള എല്ലാ ടെസ്റ്റുകളും നടത്തണം എന്ന് ബൈ ലോ മെൻഷൻ ചെയ്തിട്ടുണ്ടാകും. നെക്സ്റ്റ് 11th പോയിന്റ് ആണ്, അതായത് എഗ് ഡോണർക്ക് അവരുടെ ലൈഫിൽ ഒരു തവണ മാത്രമേ എഗ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അവരോട് ഒരു അഫിഡവിറ്റ് സൈൻ ചെയ്ത് മേടിക്കും. അതായത് എഗ് ഡൊണേറ്റ് ചെയ്യുമ്പോൾ ഒരു കൺസെന്റ് സൈൻ ചെയ്യിപ്പിക്കും. നേരത്തെ ഒരു തവണ പോലും എഗ് ഡൊണേറ്റ് ചെയ്തിട്ടില്ല എന്നും ഇനിയും ഒരു തവണ പോലും എഗ് ഡൊണേറ്റ് ചെയ്യില്ല എന്നും അതിൽ വ്യക്തമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാകും. ഈ ഒരു ലോ ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ. വിദേശ രാജ്യങ്ങളിലൊക്കെ ഒരു സ്ത്രീക്ക് എത്ര തവണ വേണേലും എഗ് ഡൊണേറ്റ് ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ എഗ് ഡോണറും എഗ്ഗും ഒക്കെ കുറഞ്ഞു വരികയാണ്. നെക്സ്റ്റ് 12ാമത്തെ പോയിന്റ് ആണ്, ഒരു എഗ് ഡോണറിന്റെ എഗ് ഒരു കപ്പിളിന് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. നേരത്തെയൊക്കെ ഒരു എഗ് ഡോണറിൽ നിന്ന് 2 എഗ് എടുത്താൽ അത് 2 കപ്പിൾസിന് യൂസ് ചെയ്യാമായിരുന്നു. പക്ഷെ ഇപ്പോൾ അത് പറ്റില്ല. അടുത്ത 13ാമത്തെ പോയിന്റ് ആണ്, ഒരു ഡോണറിൽ നിന്ന് 7 എഗ്സ് മാത്രമേ എടുക്കാവൂ എന്നുള്ളത്. നമ്മൾ എഗ്സിന് വേണ്ടിയിട്ട് ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ എത്ര എഗ്സ് ആണ് കിട്ടുന്നത് എന്ന് ആർക്കും പറയാൻ പറ്റില്ല. ആർക്കും അത് നിർവചിക്കാൻ പറ്റില്ല. അപ്പോൾ കൂടുതൽ എഗ്സ് കിട്ടിയിട്ട് നമ്മൾ അത് തിരിച്ച് നിക്ഷേപിക്കുമ്പോൾ അത് ഡോണറിന് ഒരുപാട് ഹാംഫുൾ ആണ്. അപ്പോൾ അത് ഗവൺമെന്റിൽ റെപ്രസെന്റ് ചെയ്തപ്പോൾ ആ റൂളിൽ ചേഞ്ച് വന്നു. ഇപ്പോൾ ആ റൂൾ ഇങ്ങനെയായി, ഒരു ഡോണറിൽ നിന്ന് 7 എഗ്സ് മാത്രമേ ഫെർട്ടിലൈസ് ചെയ്യാവൂ എന്ന്. ബാക്കി എടുത്ത എഗ്സ് ഉണ്ടെങ്കിൽ അത് നമുക്ക് ഫ്രീസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ എഗ് ഫ്രീസ് ചെയ്യാനും എംബ്രിയോസ് ഫ്രീസ് ചെയ്യാനും സ്പേംസ് ഫ്രീസ് ചെയ്യാനും ഒക്കെയുള്ള സംവിധാനം വന്നു കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ ഫ്രീസ് ചെയ്ത് വെക്കാവുന്നതാണ്, ഫ്യൂച്ചറിൽ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു 13 പോയിന്റ്സ് കൊണ്ട് നിങ്ങളുടെ ഒരുപാട് എഗ് ഡോണർ അല്ലെങ്കിൽ ഡോണർ എഗ് IVF റിലേറ്റഡ് അല്ലെങ്കിൽ ലോ റിലേറ്റഡ് ഉള്ള ചോദ്യങ്ങൾക്കും ഡൗട്ട്സിനും ഒക്കെയുള്ള ഉത്തരം ലഭിച്ചു എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ റിലേറ്റഡോ വേറെ ഏതെങ്കിലും ഒരു ടോപ്പിക് റിലേറ്റഡോ ഇനിയും നിങ്ങളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടോ മറ്റു കൺഫ്യൂഷൻസോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. എന്തായാലും റിപ്ലൈ തന്നിരിക്കും. പേഴ്സണലി നിങ്ങളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടും മറ്റും ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് നമ്പറിലൂടെ അത് ഷെയർ ചെയ്യാവുന്നതാണ്. വാട്സപ്പ് നമ്പർ എങ്ങനെയാണ് ലഭിക്കുന്നത് എന്നുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഇവിടെ തന്നെ മെൻഷൻ ചെയ്തേക്കാം. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ വാട്സപ്പ് നമ്പർ എടുത്ത് വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. നിങ്ങളുടെ ഡൗട്ട്സും മറ്റും ക്ലിയർ ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ മറ്റുള്ള ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട് എങ്കിൽ നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാനായിട്ട് നിങ്ങൾ ആരും മറക്കരുത്. അപ്പോൾ മാത്രമാണ് നമ്മൾ ഡെയിലി ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കത്തുള്ളൂ. അപ്പോൾ ഇനിയും അടുത്തൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക, ടെൻഷൻ ഫ്രീ ആയിട്ടിരിക്കുക. ഗോഡ് ബ്ലെസ് യു ഡിയേഴ്സ്.